My name is John Jacob. ഞാൻ കേരളത്തിലെ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. I come from a place called Pathanamthitta in the state of Kerala. അവിടെ ചർച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. There is a ministry under the leadership of the Brethren Church there. അതിന്റെ പേര് അഗാപ്പെ എന്നാണ്. The name of that ministry is Agape. അഗാപ്പെ എന്നത് ഒരു ഇമോഷണലി നീഡി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. This ministry is among the people who have emotional needs. അങ്ങനെയുള്ള ധാരാളം ആളുകൾ ആ സ്ഥാപനത്തിൽ വരികയും താമസിക്കുകയും ഹീലിംഗ് ആയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. Many such people come to this place. They come and live there, and they experience this ministry and get back into their life. മിനിസ്ട്രിയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ അമേരിക്കയിലായിരിക്കുന്നത്. I've come to the United States to promote this ministry. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇന്നലെയാണ് ഞാൻ ഇന്ത്യയിലെത്തിയത്, യുഎസിലെത്തിയത്. I just landed in the United States yesterday. അമേരിക്കയാണ് ആദ്യത്തെ മീറ്റിംഗ് ആണിത്. This is my first meeting in the US. ഓക്കെ, എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സഭയിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ജോസ് ബ്രദറിനും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. I would like to thank all of you here who have invited me to this meeting, and especially to our brother Jose. വളരെ ചുരുക്കം സമയം നമുക്കുള്ളതുകൊണ്ട് ചെറിയ പാസേജിലേക്ക് നമുക്ക് തിരിയാം. Since we have very little time ahead of us, I would like to turn to a short passage. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം. I'd like to turn to the Epistle of James in chapter 1. Verse 19. Verse 19. So then, my beloved brethren, let every man be swift to hear, slow to speak, slow to anger, slow to wrath. വളരെ ചെറിയൊരു വാക്യമാണ്. It's a very small verse. അതിനകത്തെ 1-2 വാക്കുകളെ കുറിച്ച് മാത്രമേ ഇന്ന് വൈകിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. I would like to speak on 1 or 2 words from this verse. നമുക്കറിയാം, ഇവിടെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ട ഒരു ഗുണത്തെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. James is talking about a characteristic that all men should have. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. James says that all men should have this characteristic. കേൾക്കാൻ വേഗത, swift to hear, പറയാൻ താമസം, slow to speak. എങ്കിൽ കോപത്തിനും താമസമുള്ളവരായിരിക്കാം. In that case, we will also be slow to anger. നമുക്കറിയാം, 21-ാം നൂറ്റാണ്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഏകാന്തതയാണ്. One of the biggest problems in the 21st century is individuality. No, loneliness. Loneliness. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. God has created us as a communal person, social being. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് അവന്റെ ആത്മാവിന്റെ ഏകാന്തത മാറ്റേണ്ടത്. It is through a fellowship with God that a man's loneliness is removed. എന്നാൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് അവന്റെ സാമൂഹ്യവും മാനസികവുമായിട്ടുള്ള ഏകാന്തത കുറയ്ക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്നത്. But God has prepared that man's loneliness in the social and in the emotional sense be removed by his fellowship with other men. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്, ഏകാകികളെ ദൈവം കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. And that's why God has, in the Word of God we see that God has made men to dwell as families. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരെ സഭയോട് ചേർക്കുന്നു. And in the same way God also says those who believe are added to the church. ഇവിടെ 2 ഏകാന്തത മാറ്റുന്ന സ്ഥലങ്ങളാണ്. Both these places are places where loneliness is removed. ക്ലോസ്നെസ് ഉണ്ടാകുമ്പോഴാണ് ലോൺലിനെസ് മാറുന്നത്. It is when we become close to one another that our loneliness is
is taken away. ബിലോങ്ങിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നിടത്താണ് ഏകാന്തത മാറുന്നത്. When we are in a relationship where we belong to one another, in such relationships there is no loneliness. സഭ എന്ന് പറയുന്നതിന് വാക്ക് തന്നെ ഫെലോഷിപ്പ്, അത് കൊയിനോനിയ അഥവാ ഫെലോഷിപ്പ് എന്നുള്ള വാക്കാണല്ലോ. The root word of the word used for the word church itself refers to fellowship. So ബൈബിളിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. There are many things that the word of God talks to us about what we need to do to one another. Yeah. Love one another. Love one another. Respect one another. Respect one another. Accept one another. Accept one another. അതുപോലെ ഭാരങ്ങൾ അന്യോന്യം ചുമക്കുക. Bear one another's burden. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. There are many such acts that a believer has to perform. അപ്പോൾ ബന്ധങ്ങൾ വളരണമെങ്കിൽ പരസ്പരമുള്ള ആശയവിനിമയം വളരണം. If our relationship should grow, then our communication with one another should grow. കമ്മ്യൂണിക്കേഷന്റെ കീ എന്ന് പറയുന്നത് ലിസണിംഗ് ആണ്, ശ്രദ്ധിക്കുക. And the key to communication is that we listen. അപ്പോൾ നല്ലൊരു വിശ്വാസി, നല്ലൊരു മനുഷ്യൻ നല്ല ശ്രദ്ധിക്കുന്നവനാവണം. A good believer, a good man should be a one who listens carefully. അതുകൊണ്ടാണ് പ്രിയ സഹോദരന്മാർ, നിങ്ങൾ അറിയുന്നുവല്ലോ, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയാൻ താമസമുള്ളവരായിരിക്കും. That's why here we see, so then my beloved brethren, let every man be swift to hear. നമ്മളെ ഒരാളെ കേട്ടു മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ എന്തൊരാശ്വാസം. When we know of someone who hears us and understands us, it brings us so much comfort. പറയാൻ തിരക്കുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. It is we live in a busy world where people are always talking. എപ്പോഴും പറയുന്ന എന്തു പറഞ്ഞാലും പറയാൻ താല്പര്യമുള്ള ആളുകളുടെ മധ്യത്തിൽ കേൾക്കാൻ മനസ്സുള്ള മനുഷ്യരെ വേണം. In the midst of people who are always talking, we need some who can listen. ഒരു കുടുംബത്തിലെ കേൾക്കാൻ ചിലരുണ്ടെങ്കിൽ എന്തൊരാശ്വാസം. It is so comforting in families where there are people who can listen. സഭയിൽ കേൾക്കാൻ മനസ്സുള്ള ചിലരുണ്ടെങ്കിൽ എന്തൊരാശ്വാസം. If the church has people who can listen, it is a comfort. ആരും കേൾക്കാനില്ലാത്തതുകൊണ്ട് പറയാതിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ? Just because we do not have people who can hear us, can listen to us, there is so much in our heart that we are not sharing. പറയാനില്ലാത്തതുകൊണ്ടാണോ? It's not because that we do not have anything to talk about. കേൾക്കാൻ ആളില്ല. But we do not have people to hear us. കേൾക്കുന്നവരെ കാണും, പക്ഷേ ഞാൻ പറയുന്ന അർത്ഥത്തിൽ കേൾക്കുന്നവരെ വേണം നമുക്ക്. There may be people who listen, but we need people who will hear us in the way that I am conveying. മനസ്സിലാക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള എത്ര പേരുണ്ട്? How many people do we know of whom we are confident that they will understand us? ഞാൻ പറയുന്ന അർത്ഥത്തിൽ കേൾക്കുന്ന. They should. How confident are we that there are people who will understand the way I am conveying? ഞാൻ പറയുന്ന അതേ ഇന്റൻസിറ്റിയിൽ കേൾക്കുന്ന. That they should listen and understand the intensity of my heart. ഞാൻ പറയുന്ന രഹസ്യം സൂക്ഷിക്കുന്ന. That they would guard the secrets that I share with them. ഞാൻ പറയുന്ന പ്രതീക്ഷയിൽ എന്നോട് പ്രതികരിക്കുന്ന. That they would react in a way that I am expecting from them. അങ്ങനെ കേൾക്കുന്ന എത്ര പേരുണ്ട്? How many people do we have around us who will listen in such a fashion? നമുക്ക് എത്രയോ പേരെ അറിയാം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്രയോ പേരെ അറിയാം. All of us know so many people around us. പക്ഷെ നമുക്കൊരു കാര്യം പറയാനുള്ളപ്പോൾ കേൾക്കുമെന്ന് ഉറപ്പുള്ള, മനസ്സിലാകുമെന്ന് ഉറപ്പുള്ള, ശരിയായിട്ട് പ്രതികരിക്കുമെന്ന് ഉറപ്പുള്ള, മറ്റൊരാളോട് പറയത്തില്ലെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? We know so many people, but how many people do we know who we know will listen to us the right way, will understand what we are saying, will keep what we are saying, and will respond to us in the way that we are expecting? അങ്ങനെ ഒരാളായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. If we can be one such person, we would be a tremendous comfort. അങ്ങനെ നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെ ആയിത്തീരാൻ പറ്റുമോ? The question is, can we become one such person for somebody else? കേൾക്കണമെങ്കിൽ
നാം ആദ്യം നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നവരാണ്. If we have to be a listening people, we should first be attentive to our own selves. നാം നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ടോ? Do we spend time with our own selves? നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? Are we attentive to our own thoughts? നമ്മുടെ ഉള്ളിലെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ? Are we listening to the voices coming out of our own hearts? നമ്മളെ തന്നെ നമ്മൾ കേൾക്കുന്നവരാണെങ്കിൽ മറ്റൊരാൾ പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, തിരുത്താൻ പറ്റും. If we are looking into our own selves, then we will be able to correct things in our lives even without somebody else telling us that. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ എല്ലാവരും, എനിക്കറിയാം ഇവിടുത്തെ റാറ്റ് റേസ് ലൈഫിൽ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. I know we all have a very busy life and it is difficult for us to find time for ourselves. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കണം. We should spend time with God. നമ്മളോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കണം. And we should spend time with our own selves. നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. If we are able to spend time with ourselves, that will also be a blessed time. നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മറ്റൊരാൾ നമ്മുടെ നേരെ കൈ ചൂണ്ടേണ്ട ആവശ്യം വരില്ല. If we are listening to ourselves, then we will not have an opportunity where somebody else is pointing out something in our life. കാരണം അവർ കണ്ടെത്തുന്നതിന് മുമ്പേ നാം കണ്ടെത്തിയിരിക്കും. Because before they could see that in our lives, we would have seen it in our lives. അവര് പറയുന്നതിന് മുമ്പേ നമുക്ക് തിരുത്താൻ പറ്റും. Before they tell it to us, we would have had the opportunity to correct ourselves. തീർച്ചയായിട്ടും വളരെ ഇന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ നമുക്ക് സഭയിലെ അംഗങ്ങളാണ്, വീട്ടിലെ അംഗങ്ങളാണ്. പക്ഷെ നമ്മളിപ്പോഴും ഒരു വീട്ടിൽ തന്നെ ഒരു കട്ടിലിൽ തന്നെ ഏകാന്തരല്ലേ? We are all members of one church and we are all members of one family, but many times we are like individuals even in a bed. Lonely. നമ്മുടെ ഉള്ളിലുള്ള കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? Do we have the freedom to express our innermost thoughts? നമ്മുടെ പങ്കാളിയോട് നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നുണ്ടോ? Can we share everything with our own partners? നമ്മുടെ ടെസ്റ്റിമണിയിൽ നമുക്ക് ഓപ്പണായിട്ട് സഭയിൽ പറയാൻ പറ്റുമോ? Are we able to tell our testimony openly in the church? എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള സഭ, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫാമിലി, അതുള്ളത് വലിയൊരു ബലമാണ്. If there is a church where everybody can openly tell out everything, if there is a family where everybody can openly speak out everything, that is the most blessed place. മേപ്പിൾ ചാപ്പലിനെ കുറിച്ച് എനിക്കൊട്ടും അറിയില്ല. I do not know anything about Maplewood Bible Chapel. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ വളരെ ലവിംഗ് ആയിട്ടുള്ള, കെയറിംഗ് ആയിട്ടുള്ള, അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that you are a very loving and a very caring and a very understanding group of believers. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇനിയും മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ലിസണിംഗ്. But there is one quality that we can all improve upon, and that is the quality of listening. നമ്മളൊക്കെ പലപ്പോഴും സൂപ്പർഫിഷ്യൽ ലിസണേഴ്സ് ആണ്. Sometimes we are all very superficial listeners. നമ്മൾ പലപ്പോഴും ഭാഗികമായിട്ട് മാത്രം കേൾക്കുന്നവരാണ്. We sometimes listen in part. പലപ്പോഴും നമ്മൾ സെലക്റ്റീവായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കുന്നവരാണ്. Sometimes we only hear what we want to hear. പക്ഷെ നമുക്ക് മുഴുവൻ കേൾക്കാൻ മനസ്സുണ്ടോ? Is our heart open to hearing the whole message? വാക്കുകൾ മാത്രമല്ല, ഒരുപക്ഷേ വാക്കുകളെക്കാളും സംസാരിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം. It is not just the words that come out, but the whole communication, even what is not spoken, even whether we are able to listen to that. നിശബ്ദത വാചാലതയുടെ ഒരുപക്ഷേ വലിയ ഒരു മുഖമുദ്രയാകും. നിശബ്ദത, സൈലൻസ്. Yes, silence is a sign of lot to say. Silence is a sign that there is a lot yet to be told. വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. Yeah, we may be expressing many things without words. നമ്മൾ വളരെ ഫോർമാലിറ്റിയുടെ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഫൈൻ എന്ന് പറയുന്നത്, പക്ഷെ ആ ഫൈനിന്റെ ടോൺ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫൈൻ അല്ലെന്നായിരിക്കും പറഞ്ഞതിന്റെ അർത്ഥം. Sometimes we say how are you and we get back a response saying fine, but if you listen to the tone you may understand that all is not fine. മുഖഭാവം പലതും വെർബലി നമുക്ക് മറക്കാവുന്ന കാര്യങ്ങളും നോൺ വെർബലി നമുക്ക് മറക്കാൻ പറ്റില്ല. Many times we can hide some things through our words, but our expressions will reveal all that.
നമ്മുടെ ടോണും ജെസ്റ്റേഴ്സും അവർ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജസും ഒക്കെ ടോക്സ് എ ലോട്ട്. Now, our facial expressions, our body language, our tone, they all convey a lot of message. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? Are we listening to that kind of message? നമ്മൾ പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കാൻ മറക്കുന്നു. We find it difficult to hear what is verbally spoken. എന്നാ പറയാത്തതും പക്ഷേ പറയാതെ പറഞ്ഞതും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? Are we able to listen to what was not spoken? Are we able to listen to what was not spoken? So, നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സഭയാണെങ്കിൽ, വീട്ടിൽ വരുന്ന ഒരു ഹസ്ബൻഡോ വൈഫോ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം പോയിട്ട് വന്ന കാര്യം നടന്നുവെന്ന് ചോദിക്കണ്ട. If you listen properly, if you listen the body language, you can easily understand whether it is happened or not, isn't it? അപ്പോൾ പലപ്പോഴും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് 93% ഓഫ് കമ്മ്യൂണിക്കേഷൻ നോൺ വെർബലാണ്. ഓൺലി 7% മാത്രമേ ഉള്ളൂ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ആർ വി റിയലി ലിസണിങ് ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? When 93% of our communication is through non-verbal means, we need to find out whether we are really listening. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സഭ നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകളെ ഇന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. Now, people who listen are very few. അല്ലേ? കേൾക്കാൻ മനസ്സുള്ളവരെ തേടി ആളുകൾ ഓടുന്നുണ്ട്. There are people going after people who are willing to hear them. നിങ്ങൾക്ക് ഒരു പക്ഷേ അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ലായിരിക്കാം. Maybe you cannot solve their problems. നിങ്ങൾക്ക് അവരെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ പറ്റുന്നില്ലായിരിക്കാം. Maybe you cannot bring a solution to their problems. പക്ഷേ ഒരാൾ മനസ്സിലാക്കിയെന്ന് മാത്രം അവർക്ക് മനസ്സിലാകുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും. But a man's problem is half solved when he realizes that somebody else is understanding his problem. Here he is not listening. കേൾക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചെന്ന് അർത്ഥമില്ല. Hearing is not equivalent to listening. You have to listen not only with your ears but with your hearts. നിങ്ങൾ ചെവി കൊണ്ട് മാത്രം കേട്ടാൽ പോരാ, ഹൃദയം കൊണ്ടുകൂടെ കേൾക്കണം. You should listen not just with your ears but even with your heart. So കർത്താവ് വളരെ ശ്രദ്ധിക്കുന്നവനായിരുന്നു. The Lord was one who paid a lot of attention. കർത്താവ് പലരെയും മാറ്റി മറിച്ചത് ചില വാക്കുകളെ ഉപയോഗിച്ചുള്ളൂ. When the Lord communicated, he sometimes used very few words. പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. But he was very attentive to their needs. നമ്മള് കർത്താവ് എപ്പോഴും വളരെ ആൾക്കൂട്ടത്തിലും ചിലരെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. Even in the midst of a great multitude, the Lord was attentive to certain people. ഒരു ആൾക്കൂട്ടത്തിൽ ഒരു സ്ത്രീ തൊട്ടതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കർത്താവിന് പറ്റുമായിരുന്നു. When a multitude of people was thronging around him, the Lord could understand that there was one woman who touched him. പലരും കർത്താവിനെ കാണാൻ കണ്ടിരുന്നു, പക്ഷെ സക്കായിയുടെ നോട്ടത്തിലെ വ്യത്യാസം കർത്താവിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. Many people came to see the Lord, but the Lord understood the difference in the looking of Zacchaeus. ദൈവം നമുക്ക് 2 ചെവി ഒരു വായുവാണ് തന്നിരിക്കുന്നത്. The Lord has given us 2 ears and only 1 mouth. അതിന്റെ അർത്ഥം 2:1 റേഷ്യോയിലായിരിക്കണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. And so our ratio of using this also should be 2:1. നമുക്ക് പക്ഷേ ആവശ്യം 2 നാവും ഒരു ചെവിയുമായിരുന്നു. But it looks like our need was we needed 2 tongues and 1 ear. നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അവരെന്താ പറയുന്നത്? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. If we ask our children, they say nobody understands me. അല്ലേ? അവരെന്തെല്ലാം സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നത്. What are the struggles that they go through? ബ്രദർ പറയുകയായിരുന്നു, അല്ലേ, ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അതിന്റെ കൾച്ചറിലെ ഒരു ക്രിസ്ത്യനായിട്ട് ജീവിക്കുക, ഒരു സ്പിരിച്വലി ഒരു മച്ചുറായിട്ട് ജീവിക്കുക, ഒരു നല്ല ആത്മീയനായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. It's a big challenge for a young person to live as a Christian in the college campuses these days. അവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ടോ? അവരെ കടന്നു പോകുന്ന സ്ട്രഗിൾസ് ശ്രദ്ധിക്കാറുണ്ടോ? Have you paid attention to the struggles that they go through?
ഇവിടുത്തെ എൽഡർലി ആളുകൾ ഒരു ദിവസം ഒരാളോടെങ്കിലും മിണ്ടാൻ കൊതിക്കുന്ന ധാരാളം സീനിയർ സിറ്റിസൺസ് ഇവിടെയുണ്ട്. There are so many senior citizens who are desiring to hear the voice of at least one person in a day. അവരൊത്തിരി പറയാൻ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. If there was just one person to hear them, then they have so much to share. നിങ്ങൾക്ക് അതിന് സമയമുണ്ടോ? Do you have the time for that? മനസ്സുണ്ടോ? Do you have the heart for that? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം പേരെ സഹായിക്കാൻ പറ്റും. You will be able to help many in this way. ഭർത്താവിന്റെ പരാതി എന്താ? മനസ്സിലാക്കുന്ന ഒരാളില്ല. ഭർത്താക്കന്മാരുടെ പരാതി എന്താ? What is the complaint of the husbands? That there is no one who can understand me. ഭാര്യമാരോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ പരാതി എന്താ? If you ask the wives what is their biggest complaint, അവരെത്ര കാലം കൊണ്ട് ചില കാര്യങ്ങൾ പറയുമോ, ഇതുവരെ കേൾക്കുന്നില്ല. They've been trying to convey some thoughts for many years, but still it has not come across to their husbands. ധാരാളം ആളുകൾ, ധാരാളം ഇത്തരം ആളുകൾക്ക് ഒരു മാറ്റത്തിന്റെ വേദിയായിട്ട് നമ്മുടെ സഭയും കുടുംബവും മാറണം. Our churches and our families should change so that we can be a blessing to others. ശ്രദ്ധിക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും. Those who pay attention can understand so many things. മുന്നിലിരുന്ന ഒരാൾ പുറകിലോട്ട് മാറുന്നെങ്കിൽ അർത്ഥമുണ്ട്. When a person who's sitting in front, when he goes back, then there is a particular meaning in that. ഒരു കണ്ടിന്യൂസ് ആബ്സെൻസ് ഒരാൾ സഭയിൽ വരുന്നില്ലെങ്കിൽ അതിന് അർത്ഥമുണ്ട്. If a person who has been missing church continuously, then there is something behind that. ശുശ്രൂഷയിലിരുന്ന ഒരാൾക്ക് ഇപ്പം താല്പര്യമില്ലെങ്കിൽ അതിനകത്ത് അർത്ഥമുണ്ട്. If a person who was active in the ministry is now losing interest, there is something behind that. എല്ലാരെയും കണ്ടു മാത്രം പോയിരിക്കുന്ന ആൾ ഇപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. If there was a man who used to greet everybody in church but now quickly leaves the church, there is something behind that. ഇല്ലേ? ശ്രദ്ധിക്കാറുണ്ടോ? Have you been paying attention? പോയി കഴിഞ്ഞല്ലേ നമ്മൾ അറിയുന്നേ പോയെന്ന്. It's only after they leave the church then we realize that, oh, he is gone. പലരും വരുന്ന എന്തിനാ? Why are many coming to the church? They need your attention. നിങ്ങളുടെ ശ്രദ്ധ വേണം, നിങ്ങളുടെ പരിഗണന വേണം. They need your attention. They need your understanding. നിങ്ങൾ മനസ്സിലാക്കുന്നു, കാണുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. There are many who desire that they be understood. മറ്റു ക്രിസ്ത്യൻസിന് മാത്രമല്ല, ഇതുപോലെ കെയറും അറ്റൻഷനും വേണ്ടവർക്കൂടെ ഒരു പ്ലേസ് നമ്മുടെ സഭയിലുണ്ടാവണം. The church is not a place just for mature Christians, but even for people who have such needs. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. We need to attend to them like we attend to little children. അത് എൽഡേഴ്സിന്റെ മാത്രം ചുമതലയല്ല. And it is not the responsibility just of the elders. എല്ലാ മെമ്പേഴ്സിനും അത് ചെയ്യാൻ പറ്റും. All the members can take part in this ministry. ഒരാളെ പോയി നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്താൽ തന്നെ, എന്താ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞെന്ന് ചോദിച്ചാൽ തന്നെ അത് അവര് തീർച്ചയായിട്ടും അത് വലിയൊരു പരിഗണനയായിട്ട് എടുക്കും. If we were to go and greet one of them and to ask them why you didn't come last Sunday, that would be a great comfort to them. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഒരാഴ്ച വന്നില്ലേ, ശ്രദ്ധിച്ചോ? So then they will know, oh, when I don't come here for a week, there are people who have been missing me. എന്റെ ആബ്സെൻസ് ഒരു മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളത് ചിന്തിക്കും. And then they will begin to think, oh, my absence, they have felt that. അപ്പോൾ എനിക്കൊരു വാല്യൂ ഉണ്ടല്ലേ, ഒരു ആബ്സെൻസിൽ ഒരാൾ മിസ്സിംഗ് ആയിട്ട് തോന്നുമ്പോഴാണ് പ്രസൻസിന്റെ വാല്യൂ. അപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നാം. And just because we did that, they will understand that they are valuable in the church. നമ്മൾ പേരൻസ് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി ശ്രദ്ധിക്കണം. As parents, we need to be paying attention to our children. നമ്മുടെ തിരക്കുള്ള, എനിക്കറിയാം ഇവിടെ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും വർക്ക് ചെയ്തേ സർവേ ചെയ്യാൻ പറ്റൂ. പലരും കാണാൻ തന്നെ 3 ദിവസം ഒരാഴ്ചയിലൊക്കെയാണ് ഹസ്ബൻഡും വൈഫും തന്നെ ഗ്രീറ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പലപ്പോഴും കുഞ്ഞുങ്ങൾ ആളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. I know the families here, both the husband and wife work, and it may be once in 2-3 days that even the husband and wife have time together, and many times the parents are not able to pay attention to the children. Quantity of time കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അല്പം ക്വാളിറ്റി ടൈം. Even if you cannot devote a large quantity of time, if you can devote a good quality of time, it be good. അതുകൊണ്ട് ഏറെ സമയം കൊടുക്കുന്നതിലല്ല, ഉള്ള സമയം ഗുണകരമായി കൊടുക്കുന്നതും ശ്രദ്ധയോടെ കൊടുക്കുന്നതുമാണ് അവരെ സ്വാധീനിക്കാൻ പോകുന്നത്. And the way that they are going to be influenced is
by the quality of your time, not the quantity, how well you spend your time with your children, not how much you spend time with your children. So, നമ്മളെ എല്ലാ സെൻസസും ഉപയോഗിച്ച് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, if we were a people who use all our senses to listen, അതുപോലെ തന്നെ നമ്മളൊരു ഫുൾ അറ്റൻഷൻ കൊടുക്കുന്നവരാണെങ്കിൽ, if we pay full attention to the people around us, നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നവരാണെങ്കിൽ, if we are attentive to even the non-verbal communication that we receive, തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. then we will be able to understand many things. നമ്മൾ ഒരാൾ ചിരിക്കുന്നത് തന്നെ ഒരു വലിയ ശ്രദ്ധയല്ലേ? ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അറ്റൻഷനാണ് ശ്രദ്ധ, ഒരു ചിരിക്കുക എന്ന് പറയുന്നത്. If we have to just smile at someone, that itself is a big attention that we're giving to them. ഒരാൾ പറയുമ്പോൾ യെസ് യെസ് എന്ന് പറയുന്നതും ഹം ചെയ്യുന്നത് പോലും ഒരു അറ്റൻഷനാണ്. When we are responding to somebody speaking to us, that itself is a good attention. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെറിയൊരു ക്വാളിറ്റിയല്ല, നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കാൻ ഉള്ള കഴിവ്. So this ability to listen is not a small quality, it is a quality that we have to develop and grow. ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് your attention. It is one of the greatest gifts that you can give to someone, that you are attentive to them. നിങ്ങളെ തന്നെ നൽകുന്നതിന്റെ ഒരു വലിയൊരു ഒരു സൈനാണ് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. When you are paying attention to someone, you are giving of yourself to that person. അതുപോലെ തന്നെ നമ്മുടെ ചർച്ച് മീറ്റിംഗിലൊക്കെ തന്നെ ഒരാള് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുമ്പോഴൊക്കെ അവരെ ശ്രദ്ധിക്കുകയും ഐ കോണ്ടാക്ട്, നോഡിങ്, സ്മൈലിങ്, അത് റെസ്പോണ്ട് ചെയ്യുക, ഇതൊക്കെ അവർക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആയിരിക്കും. Even when somebody is ministering in the church, if you are listening to them, if you have eye contact and if you are responding with a nod or a smile, that will bring a lot of encouragement to the speaker. അതുകൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വഴി, റിമെമ്പറിംഗ് വഴി, ക്വസ്റ്റ്യനിങ് വഴി, റിഫ്ലക്റ്റീവ് ക്ലാരിഫിക്കേഷൻസ് വഴി, സമ്മറൈസിംഗ് വഴി ഒക്കെ നിങ്ങളുടെ ശ്രദ്ധിക്കുന്നതെന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റും. So you can convey to them that you are listening to them, that you are attentive to them by your questioning, by your reflection on what they are saying. മിററിംഗ്, റിഫ്ലക്റ്റിംഗ്, നമ്മൾ അവരുടെ മുഖഭാവങ്ങൾ നമ്മുടെ ഭാവത്ത്, ഒരാൾ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നമ്മുടെ മുഖത്തൂടെ വിരിയുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. If when the speaker is speaking, if he sees on your face the same reflection of his, then he will know that you are listening very well to him. നമ്മളെ കൊണ്ട് ഞാൻ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാൻ താല്പര്യമില്ലെന്ന്, ഞാനൊരു കൗൺസിലറാണെന്ന് പറയുന്ന ആളുകൾ ബസ്സിലായാലും ട്രെയിനിലായാലും കാറിലായാലും ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, ഉടനെ they start sharing their problems. When I travel to different places and when they ask me what I'm doing and I tell them that I'm a counselor, many times immediately they start sharing some of their problems. ജീവിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്. Around us is many places of fire. അവര് മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ ഏറെ പറയാനുണ്ടെന്ന അർത്ഥം. Even though they speak little, they have lots to share. നമ്മൾ ഒരു ശ്രദ്ധിക്കുന്നവരാകാൻ മാത്രം മതി. കർത്താവിന്റെ ആ വലിയ ക്വാളിറ്റി, ആ ശ്രദ്ധിക്കുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അനേകരെ സ്വാധീനിക്കാൻ പറ്റും, അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹം അവർക്ക് കൺവേ ചെയ്യാൻ പറ്റും. We can touch many people with the love of God if we were just listening, if we are just paying attention, if we are just attentive to them. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ സഭ, നമ്മുടെ കുടുംബങ്ങൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും try to improve your listening skills. Be an active listener. You can develop you decide today that I will improve my listening skill so that I can listen well and understand well and communicate well, so that you can be a great blessing to many people. വരുന്ന ദിവസങ്ങൾ അങ്ങനെ വലിയൊരു സ്വാധീനിക്കുന്ന ആളുകളായിട്ട് നമ്മളെക്കുറിച്ചൊരു സാക്ഷ്യമായിട്ട്, he is an understanding person, he listens well so that I can share everything with him. അങ്ങനെ ആളുകൾ വന്ന് നമ്മളോട് പറയാൻ തോന്നുന്ന ഒരാളായിട്ട് മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട്, വലിയൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് മാറാൻ പറ്റും. May in the coming days, may the testimony about us be that we are a listening people. If that is the truth, then we will be a blessing to many. We will be able to touch many with God's love.
കർത്താവ്, നമ്മുടെ കർത്താവ് നല്ലൊരു മാതൃകയായിരുന്നു. Our Lord was the greatest example. അദ്ദേഹം തന്റെ വെറും ശ്രദ്ധ കൊണ്ട് മാത്രം അനേകരെ രൂപാന്തരപ്പെടുത്തി. Just by his attentiveness, he changed many people. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പോലെ നമ്മുടെ അടുക്കലും ആളുകൾക്ക് വരാനും ആശ്വാസം കണ്ടെത്താനും പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറണം. May we also change to become a place where others will find refuge and comfort. തീർച്ചയായിട്ടും നമ്മുടെ സ്വാധീനം, നമ്മുടെ സാന്നിധ്യം അനേകർക്ക് വലിയൊരു ആശ്വാസമായി തീരട്ടെ. May our influence and our presence be a comfort to many people. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കും. If we are listening people, then we will speak very carefully. ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് ഉണ്ടാവത്തില്ല. There will not be too many misunderstandings. പ്രെജുഡീസ് പലതും ഉണ്ടാവത്തില്ല. There will not be any prejudices. പല ഇഷ്യൂസും നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇല്ലാതാകാൻ പറ്റും. Many issues among the believers will not be there if we were attentive to the others. നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടേണ്ട ആവശ്യമേ വരത്തില്ല. And there will be no need to be angry with others. പലപ്പോഴും ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അല്പം ചിന്തിച്ചപ്പോൾ വേണ്ടായിരുന്നു, അങ്ങനെ പ്രതികരിക്കേണ്ടായിരുന്നു പിന്നെ തോന്നിയിട്ടില്ലേ? Many times haven't we, after getting angry, we have concluded that I should not have reacted like this. അതുകൊണ്ട് ജെയിംസ് പറഞ്ഞു, കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെയുള്ള ആധുനിക പഠനങ്ങളൊക്കെ ഉണ്ടായത് 20 21 നൂറ്റാണ്ടില്ല. പക്ഷേ 21 നൂറ്റാണ്ടിന് മുമ്പേ ജെയിംസ് പറഞ്ഞിരിക്കുക എന്തുവാ, വലിയൊരു ശാസ്ത്രീയ സത്യം കൂടെ പറഞ്ഞത് എന്തുവാ, കേൾക്കാൻ വേഗതയും പറയാൻ താമസം ഉണ്ടെങ്കിൽ കോപിക്കേണ്ട വലിയ ആവശ്യം വരത്തില്ല, റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല എന്ന് ജെയിംസ് നമ്മളോട് 21 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ പറഞ്ഞ വലിയ സന്ദേശം ഒരു ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കാൻ, പ്രായോഗികമാക്കാൻ, അത് അല്പമെങ്കിലും നമ്മുടെ ലിസണിങ്ങിനെയും ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നൊരു സാക്ഷ്യമായി തീരുവാൻ ദൈവാത്മാവ് ഈ വാക്കുകളുടെ മേൽ പരിവർത്തിക്കുമാറാകട്ടെ. Though only in the last century the science of communication was developed, yet more than 2000 years ago we have in the Word of God the signs very clearly that it is be quick to listen and slow to speak. And may the Holy Spirit help us in this matter in the coming days. Thank you. Thank you. May the Lord bless you. Shall we pray? Loving Heavenly Father, Father of all mercies and grace and goodness, we bow down at your holy feet with thanksgiving and worship and adoration. Thank you, Lord, for your dear Son, our Lord Jesus Christ, full of truth and grace. Lord, they could say, behold, no man spake like this man. Lord, the one to whom the multitude thronged. Oh, Father, Lord, the one who would even hear the cry of a beggar on the street. Lord, oh Father, we bow down with thanksgiving for our Redeemer who heard us. Lord, who came seeking us, seeking that which was lost. Lord, He found us. He carried us in His bosom. And Lord, He brought us back into the fold. Father, we thank you for our Redeemer. Lord, help us to know our Lord and our God even more and more in the coming days. Lord, that we might become like Him. Lord, that our words might be measured. Lord, that we might be quick to hear and slow to speak. Father, Lord, we pray that our hearts might be open to one another, that we might truly bear the burdens of one another. Lord, that our eyes might be open for one another. Lord, that we might not live unto ourselves. Oh, Father, Lord, give us grace and strength from above. We bow down at your feet. We thank you for your word. Thank you, Lord, for your promise that your Holy Spirit will remind us these even as we leave this place and go. Lord, we pray that we might be reminded by the Holy Spirit of the words that we heard. Father, strengthen us, Lord, use us for your glory. Thank you for our brother Jacob and our sister Betty. Thank you for bringing them from India. We bring them up before your throne of grace. We pray that you will be with them as the rest of their stay in the U.S., that you might prosper them, that their ministry back in India
might flourish and your name might be glorified, that many will be comforted, we pray. And Lord, we pray that even our own eyes might be opened for the need of one another. Strengthen us, Lord. Have mercy upon us, we pray. And send us with your blessings. Lord, we once again lift our dear families. Lord, Mohan, Rosamond, we pray for Jamie, JC, and Praise. We bring them before your throne of grace. Lord, your goodness might rest upon them. Your faithfulness might rest upon them. We also pray for Roy and Julie and Pavel. We bring them before your throne of grace. Lord, we pray that your blessings, that they might prosper in this land. And Lord, that they might be a blessing to many. Lord, your name might be glorified. We also pray for Peter Uncle and Penamanti. We pray for your grace upon them. Pray for Solomon. Lord, we ask for your mercies. Lord, we as a church, we come to your feet and ask for your mercies upon them. Take all honor and glory. Be with us also. And bless us this night especially, that we might come back tomorrow with thanksgiving and praise and worship. This we ask in the precious name of Jesus Christ our Lord.